രാശിചക്രത്തിലെ 4ാം രാശിയായിട്ടുള്ള കർക്കിടക രാശിയെ പറ്റിയാണ്. കർക്കിടക രാശിക്കാരുടെ കഴിഞ്ഞ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടാവസ്ഥയായിരുന്നു. 2025 കാലഘട്ടത്തിൽ 12ലെ വ്യാഴവും അതുപോലെ അഷ്ടമശനി ദോഷം അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് കർക്കിടകം കൂറുകാർ. ആരാണ് കർക്കിടക കൂറുകാർ? പുണർദം അവസാനത്തെ 15 നാഴിക, അല്ലെങ്കിൽ പുണർദത്തിൽ 4, അതുകൂടാതെ പൂയം ആയില്യം, ഈ 3 നക്ഷത്രങ്ങൾ കൂടുന്ന ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ രാശിയാണ് കർക്കിടകൻ രാശി. നമ്മൾ പറഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം 12ാം ഇടത്ത് വ്യാഴം നിൽക്കുന്ന സമയമായിരുന്നു. ഈ കൊല്ലം ജൂൺ മാസത്തോടെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കർക്കിടകൻ രാശിയിലേക്ക്, അതായത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം, ആ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറി. അത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യത്തിൻ്റെ കാരണമായി. 12ൽ വ്യാഴം നിൽക്കുമ്പോൾ വ്യാഴം മറിഞ്ഞു നിൽക്കുകയാണ്. ദൈവത്തിനെ നമ്മൾ എത്ര വിളിച്ചു കഴിഞ്ഞാലും ദൈവത്തിന് കാതില്ല, ദൈവത്തിന് കണ്ണില്ല എന്നൊക്കെ നമുക്ക് തോന്നിക്കാണും. വ്യാഴം മറിഞ്ഞു നിൽക്കുകയായിരുന്നു. വ്യാഴം മറിഞ്ഞു നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മറിഞ്ഞു നിൽക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രാർത്ഥനകൾ ഫലിക്കാതെ പോവുക, സാമ്പത്തികപരമായിട്ട് വളരെയധികം വിഷമതകൾ അനുഭവിക്കുക, തീരെ അടി പോവുക, മനസമാധാനത്തിൻ്റെ കുറവ് വരിക, സ്നേഹിക്കും സഹായിക്കും എന്നൊക്കെ വിചാരിച്ചുകൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതനുസരിച്ചുള്ള സഹായങ്ങൾ കിട്ടാതെ വരിക, അങ്ങനെ ആകപ്പാടെ വളരെ നിസ്സഹായാവസ്ഥയിലും ദുരിതത്തിലുമൊക്കെ ആയിരുന്നു കർക്കിടകക്കൂറുകാർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വ്യാഴമാറ്റത്തോടുകൂടി ജന്മവ്യാഴം വന്നു, ലഗ്നത്തിലേക്ക്, ചന്ദ്രൻ നിൽക്കുന്ന ലഗ്നത്തിലേക്ക് വ്യാഴം വന്നു. അവിടെ നിന്ന വ്യാഴത്തിന് എങ്ങോട്ടൊക്കെയാണ് ദൃഷ്ടി? ജന്മവ്യാഴം അത്ര നല്ലതല്ല, പക്ഷെ ഉച്ചരാശിയിലേക്ക് വന്ന വ്യാഴത്തിനെ പറ്റി ഒരു ദോഷം പറയരുത്, അതുപോലെ തന്നെ നല്ലത് പറയുകയും ചെയ്യണം. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് 5ാം ഭാവത്തേക്കാണ് നോട്ടം. മനസമാധാനം ഉണ്ടാവും, നഷ്ടപ്പെട്ടു പോയ ദൈവവിശ്വാസം എങ്ങനെയോ തിരിച്ചു കിട്ടി എന്ന് തോന്നണമാരുടെ അനുഭവങ്ങൾ ഉണ്ടാവും. വ്യാഴം സന്താനകാരകനാണ്. 5ാം ഭാവത്തിന് മക്കൾ എന്നൊരർത്ഥമുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് നല്ലത് വന്ന് കണ്ട് സന്തോഷിക്കാൻ ഇടവരും, നല്ല ബുദ്ധി തോന്നിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അടുത്ത ദൃഷ്ടി 7ാം ഭാവത്തേക്കാണ്. 7ാം ഭാവത്തേക്ക് ദൃഷ്ടി വന്നതിൻ്റെ പേരിൽ തുടങ്ങുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവും, ദാമ്പത്യ സുഖം ഉണ്ടാവും, അടഞ്ഞു കിടന്ന വാതിലുകൾ തുറക്കും, പുതിയ പുതിയ ഐഡിയകൾ, പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പുകൾ, പുതിയ പുതിയ റിലേഷൻഷിപ്പുകൾ, പ്രേമബന്ധങ്ങൾ, വിവാഹ തടസ്സങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവല്, ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അടുത്തതായിട്ട് വ്യാഴം ദൃഷ്ടി ചെയ്യണോ 9ാം ഭാവത്തേക്കാണ്. എല്ലാ കാര്യത്തിലും ഒരു ദൈവാധീനമോ ഭാഗ്യമോ പെട്ടെന്ന് തന്നിലേക്ക് വന്നതായിട്ട് തോന്നി. അങ്ങനെയൊക്കെയാണ് ഈ കൊല്ലം സംഭവിച്ചത്. അതായത് ഈ തവണത്തെ വ്യാഴമാറ്റം കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം 1ലേക്കും 2ലേക്കും, ചന്ദ്രാൻ 1ലേക്കും 2ലേക്കും മാറി ഉച്ചരാശിയിലേക്ക് ആയതുകൊണ്ട് അവർക്ക് വളരെയധികം ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കിട്ടാനിട വരുന്നു, അല്ലെങ്കിൽ കിട്ടാൻ ഇടവരുന്നതാണ്, അല്ലെങ്കിൽ കിട്ടാൻ ഇട വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേറെ ചില കാര്യങ്ങളും ഈ കൊല്ലം നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2026 ജൂൺ മാസത്തോടെ അല്ലെങ്കിൽ 6ാം മാസത്തോടെ സൗരയൂഥത്തിൽ ശനിയും രാശി മാറുകയാണ്. മീനൻ രാശിയിൽ നിന്ന് നീചരാശിയായിട്ടുള്ള മേടത്തിലേക്ക് ശനി രാശി മാറുകയാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11ാം ഭാവത്തേക്ക് 10ാം ഭാവത്തേക്ക് ശനി രാശി മാറി.
10ാം ഭാവത്തേക്ക് ശനി രാശി മാറി ഇപ്പോൾ സംഭവിച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക ശനിയുടെ പുറപ്പാടായി. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് 4, 7, 10 ഭാഗങ്ങളെയാണ് കണ്ടക സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭാഗത്തോടെ ശനി രാശി മാറി കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉള്ള കാലത്തിനെയാണ് കണ്ടകശനി കാലം എന്ന് പറയുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 7ാം ഭാഗത്തേക്കാണ്, ചന്ദ്രൻ 7ലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടകശനി വന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ സന്തോഷങ്ങളെല്ലാം തല്ലിക്കെടുത്തിയെന്നാണോ? അങ്ങനെയൊന്നുമല്ല. ഉച്ചരാശിയിലേക്കുള്ള വ്യാഴം വന്നേക്കുന്ന സമയത്ത് അതിനെ വെല്ലാൻ ഒരു നെഗറ്റീവ് എനർജിക്ക് സാധിക്കില്ല. എങ്കിൽ പോലും അതിൻ്റെ ഗുണത്തിൻ്റെ ചെറിയൊരു വശം, അല്ലെങ്കിൽ അത്ര കുറവല്ലാത്തൊരു വശം ശനി അപഹരിക്കാനിടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യവും വളരെ സൂക്ഷിക്കണം. ശനി നീചരാശിയിലേക്കുള്ള ശനിയുടെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ പഴയ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണഭയം, തനിക്കോ തനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കോ മരണാനുഭവം ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവരുടെ മരണവാർത്ത, ദുർമരണ വാർത്ത ഒക്കെ കേട്ട് വിഷമിക്കാൻ ഇടവരിക, മടി, അലസത, പ്രതീക്ഷയില്ലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബാധിക്കുക, കാലിൻ്റെ മുട്ടിന്, കാൽപാദങ്ങൾക്ക് അല്ലെങ്കിൽ മുട്ടിന് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾക്ക് വേദന, ചെറിയ പരിക്കുകൾ ഒക്കെ സംഭവിക്കുക, ഇന്ന് നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ള പ്രവണത ഉണ്ടാവുക. സ്ഥാപനം അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊക്കെ നേരെ ഇതുവരെ ഉണ്ടായിരുന്നതല്ലാത്ത നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടകശനി ദോഷം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ വേറെ കാര്യങ്ങളും കൂടിയുണ്ട്. 2027 ഡിസംബർ മാസത്തോടെ രാഹു രാശി മാറും. അങ്ങനെ രാഹു രാശി മാറി കഴിയുമ്പോൾ 7ാം ഭാഗത്തേക്ക് ആണ് സർപ്പത്തിൻ്റെ മാറ്റം ഉണ്ടാവുന്നത്. 7ാം ഭാഗത്തേക്ക് ഉള്ള സർപ്പത്തിൻ്റെ മാറ്റം അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. 7 ചന്ദ്രൻ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെല്ലാനുള്ള സ്ഥലം, തുടങ്ങാൻ പോണ ബിസിനസ്, പുതിയ റിലേഷൻഷിപ്പുകൾ, അതുപോലെ കൂട്ടുകച്ചവടം, അതേമാതിരി ഷെയർ, എന്താ പറയുക, വേറെ ഉള്ളവരും കൂടി ചേർന്നിട്ടുള്ള കൂട്ടു ബിസിനസ്സുകൾ, പ്രേമബന്ധങ്ങൾ, ദാമ്പത്യ സുഖം, ഇതൊക്കെ 7ാം ഭാഗം തന്നെയുള്ളതാണ്. അപ്പോൾ രാഹുവിൻ്റെ 7ാം ഭാഗത്തേക്കുള്ള വരവും ശനിയുടെ 10ലേക്കുള്ള വരവും കൂടി നോക്കുമ്പോൾ കാലത്തിനെ ഈസി ആയിട്ട് കാണരുത്. അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള ചില തിരിച്ചടികളും ഈ സമയത്ത് സംഭവിക്കാനിടയുണ്ട്. എങ്കിലും ഒന്ന് പറയാം, അതിശക്തനായിട്ട് വ്യാഴം നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ട് ഉള്ളിടത്തോളം കാലം, ശക്തമായിട്ടുള്ള രാശിയിലേക്ക് വ്യാഴം നമുക്ക് വളരെ അനുകൂലമായിട്ട് വന്നിട്ടുള്ളിടത്തോളം കാലം ശനിയുടെ രാഹുവിൻ്റെയോ ഈ നെഗറ്റീവ് ശക്തിക്ക് നമ്മളെ അത്രമാത്രം ഉപദ്രവിക്കാനൊന്നും പറ്റില്ല. പറയുമ്പോൾ ഇങ്ങനെ പറയണം, ആരെയും പറഞ്ഞ് പേടിപ്പിക്കുന്നു വെച്ചിട്ടല്ല, ഒരു കരുതിയിരിപ്പ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരുടെ ഈ പുതുവത്സര ഫലം പൊതുവെ ഗുണദോഷ സമ്മിശ്രമെന്ന് കണക്കാക്കണം. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ വേണം. എങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ഗുണപരം തന്നെയായിരിക്കും ഈ വർഷം. അപ്പോൾ അതിനൊക്കെ ജ്യോതിഷപരമായിട്ട് തന്നെ പരിഹാരമുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭാഗ്യം പോലെ നമ്മളിലേക്ക് വന്നു ചേർന്നതായിട്ടുള്ള ഈ വ്യാഴത്തിനെ, വ്യാഴം എന്ന് വെച്ചാൽ ദൈവദൂതനാണ്, സ്വർഗത്തിൽ നിന്ന് തുറന്നേക്കുന്നതായിട്ടുള്ള ജനലാണ്, വാതിലാണ്. നമ്മൾ മുജ്ജന്മത്തിലും ഈ ജന്മത്തിലൊക്കെ ചെയ്ത സുഹൃതങ്ങൾക്കിടെ ഫലമാണ് വ്യാഴം. നമ്മൾ മുജ്ജന്മത്തിലൊക്കെ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലം തരുന്നത്
ഫലം നമുക്ക് ലഭിക്കുന്നത് വ്യാഴം അനുകൂലമായിട്ടുള്ള സമയത്താണ്. വ്യാഴം പ്രതികൂലമായിട്ടുള്ള സമയത്ത് നമ്മൾ ചെയ്ത ദുഷ്കൃതികളുടെയൊക്കെ, നമ്മൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് ഫലം കിട്ടുന്നത് അത് ശിക്ഷാകാലമാണ്. അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ശനിയും രാഹുവും ഒക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ എതിരായിട്ട് നിൽക്കുമ്പോഴും വ്യാഴത്തിൻ്റെ അനുകൂലത എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ്. 1-ാം ഭാവത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴും 12-നേക്കാൾ വളരെ ഭേദമാണ്. ഉച്ചരാശിയാണ്. നമുക്കൊരു ദൈവത്തിൻ്റെതായിട്ടൊരു വെളിച്ചം, അതിന് ദൈവാധീനം തുറന്നു കിട്ടുകയാണ്. അവിടെ നിന്ന് ഒക്ടോബറിൽ വ്യാഴത്തിൻ്റെ മാറ്റം 2-ാം ഭാവത്തേക്കാണ്. 2-ാം ഭാവത്തേക്ക് വ്യാഴം വരുമ്പോഴോ വിദ്യാധനം വാക്ക് എന്നാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന സാറുമാർക്കും വിദ്യാലയം ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സർവത്ര രീതിയിലുള്ള ജോലിക്കാർക്കും ടീച്ചർമാർക്കും അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾക്കും എല്ലാം വളരെ അനുകൂലമായിട്ടൊരു സമയമാണ്. അതേമാതിരി വ്യാപാരാദികളിൽ ഇടപെടുന്ന കച്ചവടക്കാർക്ക് എല്ലാവർക്കും കഴിഞ്ഞ കൊല്ലത്തേക്കാരൊക്കെ വളരെയധികം ലാഭത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിന് ഒരു മൂച്ച് പകരുന്ന, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് പകരുന്നൊരു വർഷം തന്നെയാണ് ഈ കൊല്ലം. ഈ പുതുവത്സര കാലം ഒട്ടാകെ നിങ്ങൾക്ക് വ്യാഴം അനുകൂലമാണ് എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഒരു പരിധി വരെ കണ്ടകശനിയുടെയും അതുമാതിരി രാഹുവിൻ്റെ ദോഷകാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ നെഗറ്റീവ് സംഗതികൾക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പുതുതായിട്ട് നമ്മളിലേക്ക് വന്ന ഈ വ്യാഴത്തിനെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അതിനെ പരമസ്വാത്വിക ബുദ്ധിയോടുകൂടി തന്നെ സ്വീകരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴം നമുക്ക് അനുകൂലമാകും എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിലും ജ്യോതിഷം പറഞ്ഞത് വിഷ്ണു ഭക്തി വളരെ നല്ലതാണെന്നാണ്. അപ്പോൾ സമീപത്തുള്ള നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ശ്രീരാമനെ, നരസിംഹമൂർത്തിയെ, അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച പോയി തൊഴുക. ഏറ്റവും കുറഞ്ഞൊരു നെയ്വിളക്കെങ്കിലും സ്വന്തം കൈ കൊണ്ട് വെച്ച് തൊഴുവാൻ പറ്റുമെങ്കിൽ അങ്ങനെ തൊഴുക. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നിത്യം, അത് സിമ്പിളായിട്ടുള്ള വഴിപാടാണ്. വളരെ വിപുലമായിട്ടുള്ള ഗുണങ്ങളുള്ള ഒരു വഴിപാടാണ്. അതുകൂടാതെ കൊണ്ട് ശനി കണ്ടകശനിയായിട്ട് പരിണമിച്ചതിനാൽ ശനിയുടെ ദോഷം മാറാൻ വേണ്ടി ശനിയാഴ്ചകളിൽ പരമശിവനെ തൊഴുത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. സമയവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ വിളക്ക്, കൂളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര ഇത്യാദി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഗുണകരമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടൊരു വഴിപാടാണ്. ശാസ്താവിനെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും പരമശിവനെ ഭജിക്കുന്നതും ഒക്കെ ശരിക്കും വളരെ ഗുണപ്രദമാണ്. അതുപോലെ സർവ്വതനും ചെറിയ മുടക്കം ഉണ്ടായിക്കൊണ്ടുള്ള ഈ രാഹുവിൻ്റെ മാറ്റത്തിനെ പരിഹരിക്കാൻ ഡിസംബർ മാസത്തിലാണ് രാഹു മാറുന്നത്. ആ കാലഘട്ടങ്ങളിൽ സർപ്പപ്രീതി വരുത്തുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. മണ്ണാറശാലയിലോ പാമ്പമ്മേക്കാടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു സർപ്പവിഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ വണങ്ങുകയും 100 പാലും കൊടുക്കുകയോ, ചില സ്ഥലങ്ങളിൽ മഞ്ഞൾ അഭിഷേകം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ സർപ്പത്തിന് വച്ചു നീത്യം അല്ലെങ്കിൽ രാഹുപൂജ എന്നൊക്കെ പറഞ്ഞുള്ള പല പരിപാടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ശക്തിക്കനുസരിച്ചുള്ള, ഇന്ന വഴിപാട് ഇത്ര വലിയ വിപുലമായ വഴിപാടൊന്നുമില്ല, അങ്ങനെ ശക്തിക്കനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു പൂജ, ദേവീ പൂജ, ശൈവ പൂജ, അതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം, അതേമാതിരി നമ്മുടെ ശത്രു സംഹാര പൂജ, അതുപോലെ ഐക്യമത്യ പൂജ, പുഷ്പാഞ്ജലികൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ 7-ൽ രാഹു വന്ന സമയത്തൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പുകൾ, ദാമ്പത്യ ബന്ധങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരാണെങ്കിൽ പാർട്ട്ണറും തമ്മിലുള്ള ബന്ധങ്ങൾ, അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഐക്യമത്യ പൂജ പോലുള്ള കാര്യങ്ങളൊക്കെ, ഐക്യമത്യ പുഷ്പാഞ്ജലി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതുവർഷം നിങ്ങൾക്ക് വളരെ ഗുണപരമായിട്ട് ഭവിക്കും. പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം ഇപ്പം പറഞ്ഞത് ചന്ദ്രാൽ ഗോചരരാശിയിൽ ശനി, വ്യാഴം, രാഹു ഇവരൊക്കെ വരുന്നതിൻ്റെ ഫലങ്ങളാണ്.
അപ്പോൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ജാതകത്തിൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പം നിങ്ങളുടെ സമയം എന്താണ്, അതിനെയൊക്കെ പറ്റി നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ആചാര്യന്മാരെ ആരെങ്കിലും കണ്ട് ജാതകം പരിശോധിപ്പിച്ച് അതിനുള്ള പരിഹാരമൊന്നും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് പരിഹാരങ്ങളുടെ പൂർത്തിയാവല്. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഞാനൊക്കെ കൊടുക്കുന്ന വീഡിയോയുടെ അവിടെ കമൻറ്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിതെല്ലാം നോക്കാൻ സമയം കിട്ടുന്നു വരില്ല. അപ്പം ഞാനായിട്ട് നോക്കി തരുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വരികയും അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കറക്റ്റായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സമയം, അതേമാതിരി ജില്ല, അതുമാതിരി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടതായിട്ടുള്ള 1-2 കാര്യങ്ങൾ ഇതെല്ലാം കൂടി വളരെ ലളിതമായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനിട വന്നാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ അയക്കാനിട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോലെ, തിരക്കൊക്കെയാണ് എങ്കിലും സമയം പോലെ അത് കാണുകയും അതിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ വാട്സാപ്പ് വഴിക്ക് തന്നെ നിങ്ങൾക്ക് തരുന്നതുമാണ്. അപ്പം എല്ലാ കൂറുകാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും വളരെ ശോഭനമായിട്ടൊരു പുതുവർഷം ലഭ്യമാകട്ടെ. അതിന് ദൈവം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുകയാണ്.